ഹലോ. 2-3 ദിവസം മുന്നേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ച കാര്യമായിരുന്നു എങ്ങനെ ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നു എന്ന്. അപ്പം അതിന് വളരെ ഓണസ്റ്റായിട്ട് റിപ്ലൈ തരികയാണെങ്കിൽ യെസ്, ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ കയറി അന്ന് മുതൽ ഫൈനൽ നീറ്റ് എക്സാം വരെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ ഓൺ ആൻഡ് ഓഫായിട്ട് നമുക്ക് ചില ദിവസങ്ങളിൽ നല്ല എനർജി ആയിട്ട് ഭയങ്കര എന്തൂസിയാസത്തോടെ പഠിക്കാൻ പറ്റും. ചില ദിവസങ്ങളിൽ കുറച്ച് ഡൗൺ ആയിരിക്കും. ചിലപ്പോൾ എക്സാംസിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇത്തവണത്തെ എക്സാമിന് എന്തായാലും നല്ല മാർക്ക് വാങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പം ചിലപ്പം എക്സാമിൽ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മളറിയാതെ ചിലപ്പം ആ ഒരു മോട്ടിവേഷൻ ചില ദിവസങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടും. കാരണം ഒരു വലിയൊരു റേസാണ് ആക്ച്വലി നീറ്റ് എക്സാം. കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു എക്സാമിൻ്റെ റാങ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാവും, പിയർ പ്രഷർ ഉണ്ടാവും. വീട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ചോദിക്കും മാർക്സൊക്കെ എന്താ ഇങ്ങനെ. ആ രീതിക്ക് കുറേ പ്രഷറിൻ്റെ ഇതൊന്നും കൂടാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാവും. കാരണം നമ്മളൊരു ഡ്രീമിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ കുറേ പ്രഷറിൻ്റെ ഉള്ളിൽ കൂടിയാണ് സത്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ എനർജിയിൽ ഒരു പക്ഷേ പോകാൻ പറ്റിയെന്ന് വരില്ല. എസ്പെഷ്യലി ഫോർ ഗേൾസ്. പീരീഡ്സൊക്കെ ആവുന്ന സമയത്ത്, പീരീഡ്സിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേ ഹോർമോണൽ ചേഞ്ചസൊക്കെ കാരണം മൂഡ് സ്വിങ്സൊക്കെ വരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇപ്പോഴേ ഭയങ്കര സാച്ചുറേഷനിൽ പഠിക്കാതിരിക്കാം. അതായത് നിങ്ങളൊരു ദിവസം രാത്രി ആകുമ്പോഴേക്ക് തളർന്ന് വീണ് പോകുന്ന രീതിക്ക് പഠിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികളൊക്കെ ഉറക്കമൊക്കെ ഇപ്പോഴേ കക്ഷോട്ടൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉറങ്ങി ബാക്കിയുള്ള സമയമൊക്കെ പഠിക്കാതെ അങ്ങനെ ഫുൾ ടൈം ഇത് മാത്രം എന്നുള്ള രീതിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു ഭയങ്കര സാച്ചുറേഷൻ ലെവലിലെത്തിയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശരിക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നേക്കാം. അപ്പോൾ എനിക്ക് മക്കളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ എപ്പോഴും ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ പ്രഷർ ആയാലും അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ഓൾവേസ് ടെൻഷൻ അടിച്ച് പേടിച്ച് ആ ഒരു രീതിക്കാവാണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സന്തോഷവും കുറച്ചൊരു ഒരു കോൺഫിഡൻസും ഒക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കുക. പഠനമാണെങ്കിൽ പോലും പഠനവും ഉറക്കും ഒക്കെ ബാലൻസ് ചെയ്യുക. ഒരു ദിവസം മിനിമമാണ് നമ്മൾ പറയുന്നത്, മിനിമം 6 hours യു മസ്റ്റ് സ്ലീപ്പ്. മിനിമം ഒരു 6 hours ടു മാക്സിമം ഒരു 7 hours, വേണമെങ്കിൽ 8 hours ഒക്കെ 8 hours ഒക്കെ ഉറങ്ങി ബാക്കി സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ചോദിച്ചാൽ നമുക്ക് കുറേ പഠിക്കാനുള്ളത് കൊണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് എല്ലാം ഗ്രാസ്പ് ചെയ്ത് സ്പീഡിൽ പഠിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പം 8 hours ഒക്കെ ഉറങ്ങിയിട്ടുള്ള ടോപ്പേഴ്സൊക്കെ നമ്മളുടെ നീറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്, Air 1 ഒക്കെ അടിച്ച ആൾക്കാർ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യ ഒരു 6 hours to 7 hours ഡെയിലി ഉറങ്ങാൻ നോക്കുക. അതിൽ കുറവ് ഒരിക്കലും നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. പിന്നെ പറയാനുള്ളത്, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലോണം ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക, നിങ്ങളുടെ ഹെൽത്തും നല്ലോണം നോക്കാൻ നോക്കുക മക്കളെ. പിന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ മെൻറ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യം, കുറേ കുട്ടികൾ ഇപ്പോഴേ ഭയങ്കര ടെൻഷനിലാണ്. കാരണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊന്നുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിക്ക് ഭയങ്കര സങ്കടത്തിലാണ്. ശരിക്കും അവർ പറയണ കേൾക്കുമ്പോൾ നമുക്കും സങ്കടം തോന്നുന്നുണ്ട്. ബട്ട് എനിക്ക് ജനറലി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഇടുന്ന എഫേർട്ടൊക്കെ ട്രൈ ടു ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ഓൺ ദ റിസൾട്ട്. ലൈക്ക് നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യം ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പോവുക. അല്ലാണ്ട് ഇന്നാളത്തെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ, ഒബ്വിയസ്ലി നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ബട്ട് അതിനു വേണ്ടി മാത്രം റിസൾട്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ മാത്രം പഠിക്കാനിരിക്കുന്ന സമയത്താണ് നമുക്കതിലൊരു പഠിക്കണ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഇൻട്രസ്റ്റോടെ പഠിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഓർക്കുന്ന സമയത്ത് പലതും മറന്നു പോകുന്നത് നമ്മൾ ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിക്ക് പഠിക്കാൻ നോക്കിയിട്ട്, ആ ഒരു പഠനത്തെ പഠിക്കുന്ന പോലെ കണ്ടിട്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളിരുന്ന എഫേർട്ടൊക്കെ ഫൈനൽ നീറ്റിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്കത് തിരിച്ചു കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ചുകൂടെ സ്മാർട്ടർ വേയിൽ പഠിക്കാൻ നോക്കുക.
ഉറക്കം മസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ നോക്കുക. മാക്സിമം കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഉള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും സെയിം എനർജി ലെവലിൽ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളിപ്പോൾ ഒരു ദിവസം ഫോർ എക്സാമ്പിൾ പീരീഡ്സ് ആയിട്ട് നമ്മളൊന്ന് ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ശരീരം കൊണ്ട് തീരെ വയറൊക്കെ വേദനയായിട്ട് പറ്റണില്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ബ്രേക്ക് ഒന്നും എടുത്താൽ ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾ ഓക്കെ. ബിക്കോസ് അത്രയും പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് അത്രയും സ്വപ്നമുണ്ട്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മെൻ്റലി തീരെ പറ്റാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കലി തീരെ പറ്റാത്ത ദിവസങ്ങളിൽ ഒന്ന് ബ്രേക്ക് എടുത്താലൊന്നും ഒരു കുഴപ്പമില്ല. ആക്ച്വലി നിങ്ങൾ അത് പിന്നെ മേക്കപ്പ് ചെയ്ത് എടുത്താൽ മതിയാകും. അപ്പം എനിവേ നല്ല രീതിക്ക് പഠിക്കാൻ വേണ്ടി നോക്കുക. ഭയങ്കര കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ നോക്കുക. ഒരു സ്മാർട്ടർ വേയിൽ പഠിക്കാൻ നോക്കുക. ഒരിക്കലും സ്ട്രെസ്ഫുള്ളായിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇപ്പോഴേ ഒരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് എത്താതിരിക്കാൻ നോക്കുക. കാരണം നമുക്ക് ഇനിയും ഒരു 1 year ലെങ്ത് ഉള്ള ഒരു ലോങ് പ്രോസസ്സാണ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ജേർണി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 1 or 2 months തീരണ കാര്യമല്ല. അപ്പോൾ എപ്പോഴും ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പഠിക്കണം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ടാറ്റാ.